So according to this question, ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും 80 is related to 99. സെയിം ലോജിക്ക് വെച്ച് 0 is related to 3. അങ്ങനെയാണെങ്കിൽ 35 എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. എന്തിനോട് റിലേഷൻ, നമ്മൾ ആഡിങ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയൊന്നും ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല. സോ ഇതിൻ്റെ മെയിൻ എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് ഇതിന് ഡീകോഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 81 എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 9 square minus 1 is related to 10 square minus 1. 9 square 81, 81 minus 1 80, so 10 square 100, 100 നിന്ന് പോയാൽ 90, അങ്ങനെയാണ് റിലേഷൻ. അപ്പോൾ ഇതെന്തുവാണ്, ഇതെന്ന് പറയുന്നത് 1 square minus 1 which is related to 2 square minus 1. അപ്പോൾ ഇതെന്ന് വരും 6 square minus 1 is related to 7 square minus 1. 6 square minus 1 35, so ഇത് 35 is related to 48. 49 minus 1 48. സോ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി 96ഉം 29ഉം തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. സിമിലർ അതുപോലെ റിലേഷൻ, സെയിം റിലേഷൻ തന്നെയാണ് 33ഉം 112 തമ്മിലുള്ളത്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് അവർ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഓപ്ഷൻസ് നോക്കുക. സോ അതിൽ സെയിം റിലേഷൻ വരുന്നത് ഏതിനാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനാദ്യം നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കാം. റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ എന്തോ പ്രശ്നം, നമ്മളെല്ലാം പോസിബിൾ ആയിട്ട് നമ്മളൊരു ചെറിയ സംഖ്യ എടുക്കുക, ചെറിയ സംഖ്യ എടുത്ത് എന്തെങ്കിലുമൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തൊക്കെ നമ്മൾ നെക്സ്റ്റ് സംഖ്യ കിട്ടും നോക്കും. ഇവിടെ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് 29നെ എടുത്ത് ഈ 96ന്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും 9 × 4 ചെയ്യുമ്പോൾ 116 ആയി പോകും. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറുത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 29 × 3 87 വരും. 87 വരുമ്പോൾ 96 ആയാലും ഇവിടെ എത്രയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും, 9 കൂടെ ആഡ് ചെയ്താൽ മതി. സോ നമുക്കപ്പോൾ 97 വന്നു. സിമിലർ പ്ലസ് 33 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 99 വന്നു. 99 കൂടെ എത്ര ആഡ് ചെയ്യണം, 13 ആഡ് ചെയ്താലല്ലേ നമുക്ക് 112 വരത്തുള്ളൂ. സോ നമുക്ക് മനസ്സിലായി, ഫസ്റ്റ് സംഖ്യയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9 ആഡ് ചെയ്താൽ ഇത് കിട്ടും. ഇതിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 13 ആഡ് ചെയ്താൽ ഇത് കിട്ടും. സോ 9 13 20, ഈ 9ന് 23 എന്തോ റിലേഷൻ ഉണ്ട്. സിമിലർലി 13 ഈ 33 എന്തോ റിലേഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നോക്ക്, ഈ 29ഉം 9 വേള വ്യത്യാസം എത്ര, 20 ആണ്. ഒന്നുമില്ലെങ്കിൽ 29ൽ നിന്നും 20 കുറച്ചാൽ 9 വരും. സിമിലർലി 13 നോക്ക്, ആദ്യത്തെ ചെറിയ സംഖ്യ എടുക്കുക, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ചെറിയ സംഖ്യ എടുക്കുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സോ ഒരു സംഖ്യ വരും. ആ സംഖ്യയുടെ കൂടെ ഇതേ സംഖ്യയിൽ നിന്നും 20 കുറച്ചത് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ വരുന്ന ഏതുണ്ടെന്ന് നോക്കാം. ഓക്കെ, അത് നമ്മൾ എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 55 ചെറിയ സംഖ്യ എടുത്തു, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിൽ നിന്നും 20 കുറച്ച സംഖ്യ ഇതിലൂടെ ആഡ് ചെയ്യണം. സോ 20 പോകുമ്പോഴത്തേക്കും എത്ര, എന്തായാലും നമുക്ക് 0 നമുക്ക് വരുന്നത്. സോ അതല്ല, അപ്പം അത് 204 കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ എടുത്ത് ദൂരെ ചെക്ക് ചെയ്യാം. എന്തായാലും നമുക്കറിയാം 150 175 ആ സംതിങ് വരും. അപ്പം 126 വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ അടുത്ത് ചെക്ക് ചെയ്യാം. 52 എടുക്കുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അതാണ് അപ്പോൾ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. 49 - 1. സോ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ട് പറ്റുന്ന ഡിവൈസർ, ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ നമ്പർ ഏതാണെന്ന് നമ്മൾ ഓപ്ഷൻ കണ്ടുപിടിക്കണം. ദാറ്റ്സ് ക്വസ്റ്റ്യൻ. സോ നമുക്കൊരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് a raised to n minus b raised to n. a raised to n minus b raised to n ഫോർമുല എങ്ങനെയാണ്, a minus b into a raised to n minus 1 into b raised to 0 plus a raised to n minus 2 into b raised to 1. ഓക്കെ, അതായത് ഇവിടെ എത്ര കുറയ്ക്കുന്നോ അതിൽ നിന്ന് 1 കുറവ് പവർ ബിക്ക്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 കുറയ്ക്കുന്നുണ്ട്, 2ൽ നിന്ന് 1 കുറവായിട്ടുള്ള 1 ബിയുടെ പവർ. സോ ഇവിടെ അടുത്ത് എഴുതുവാണെങ്കിൽ a raised to n minus 3, 3ൽ നിന്ന് 1 കുറവുള്ള 2 ആണ് ബിയുടെ പവർ. ഇങ്ങനെ നമുക്ക് എഴുതി പോവാം. ഒരു അവസാനം ഉണ്ട്, പക്ഷേ ഞാനിങ്ങനെ നിർത്തിയിരിക്കാം. ഓക്കെ, അത് വെച്ച് ഞാനിപ്പോൾ a ക്യൂബ് മൈനസ് ബി ക്യൂബ് എഴുതി എങ്ങനെ ഇരിക്കും, a minus b into a raised ഇവിടെ n എത്ര വാല്യൂ, n 3 ആണ്. സോ അതുകൊണ്ട് തന്നെ a raised to n minus 1 2. പിന്നെ കുറച്ചത് ഇപ്പോൾ നമ്മൾ എത്ര കുറച്ചത്, 1 അല്ലേ കുറയ്ക്കുന്നത്, 1 കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ b raised to 0 അത് എഴുതണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പ്ലസ് a raised to n minus 2, 3 minus 2 1, പിന്നെ b അതുപോലെ പ്ലസ്. അടുത്തത് a, ഇവിടെ n ഉം 3 ആണ്, ഓൾറെഡി 3 കുറയ്ക്കാൻ വേണം. സോ a raised to 0 അത് 1 ആണ്, എഴുതുന്നില്ല. ദെൻ b സ്ക്വയർ. അടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് എന്താ, അടുത്ത് നമ്മൾ എഴുതിയാലും അത് 3 - 4 എന്നാവും. അങ്ങനെ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെ നമ്മൾ നെഗറ്റീവ് വന്ന പോണ്ട ഇവിടെ വെച്ച് നിർത്താം. സോ ഇതാണ് ഫോർമുല. സോ അത് മൈനസ് 1 raised to 15 ആണ്. സോ അതുകൊണ്ട് തന്നെ 49 - 1 ഇൻറ്റു ഇങ്ങനെ എഴുതി പോകും. ഓക്കെ, കുറേ ഉണ്ട്, നമുക്ക് എഴുതാം. സോ ഈക്വൽ ടു 48 ഇൻറ്റു സംതിങ്, അത് 48 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതുണ്ടെന്ന് ഓപ്ഷൻ നോക്കാം. 7 raised to 15, 7 raised to 16, 7 raised to 70. ഇതെങ്ങനെ ചെയ്യും? സോ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല x raised to ഇതെന്താ, ഇത് x raised to n ആണെങ്കിൽ അടുത്ത് കിടക്കുന്നത് x raised to n plus 1 ആണ്. അടുത്തത് x raised to n plus 2 ആണ്. സോ അതുകൊണ്ട് തന്നെ x raised to n നെ കോമൺ എടുത്താൽ 1 plus x raised to 1 plus x raised to 2. സോ x എന്ന് പറയുന്നത് ഇവിടെ 7 raised to 15, 7 plus 1 plus 7 plus 7 സ്ക്വയർ, 7 സ്ക്വയർ 49 plus 1 50, 57. സോ അത് 57 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്തോ അത് ഈ ഇതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ നമ്മൾ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാം.